എൻ്റെ പേര് ജൂഡി. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. എൻ്റെ ഇടവക സെൻറ്റ് മൈക്കിൾസ് നീണ്ടൂർ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 2022 ഞാൻ ആദ്യമായി ഈശോയ്ക്കും അമ്മ മാതാവിനും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഏപ്രിൽ 2022 ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ചേച്ചിയാണ് ആദ്യമായിട്ട് എനിക്ക് കൃപാസനത്തെ പറ്റി പറഞ്ഞു തന്നത്. എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്, അമ്മ മാതാവിൻ്റെ കൃപയും കാരുണ്യം കൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ചിരുന്നത് എൻ്റെ NMC രജിസ്ട്രേഷൻ്റെ സമയത്ത് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. NMC രജിസ്ട്രേഷൻ സമയത്ത് എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ പീഡിയാട്രിക് നേഴ്സാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് വെച്ചത് അഡൽട്ട് നേഴ്സിൻ്റെ ഇതാണ്. പക്ഷേ ഏജൻസിക്കാർ വെച്ചപ്പോൾ അത് പീഡിയാട്രിക്കാണ് വെച്ചത്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ കുറേ സമയമെടുത്തു. ഏകദേശം ഒരു 8 മാസത്തോളം എടുത്ത് അത് കറക്റ്റ് ചെയ്ത് കിട്ടാനായിട്ട്. ആ സമയത്ത് ഒത്തിരി സങ്കടങ്ങൾ വന്നു. കാരണം എല്ലാവരും 6 മാസം കൊണ്ട് UK കയറിപ്പോവും. പക്ഷേ എൻ്റേതാണെങ്കിൽ ഇതുവരെ ഒന്നും പേപ്പർ വർക്ക് പോലും ശരിയായില്ല. ആ സമയത്ത് ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം, പ്രത്യേക ഒരു അനുഗ്രഹം, ഒരു ശക്തി എനിക്ക് ലഭിച്ചിരുന്നു. ഞാനപ്പോൾ സങ്കടപ്പെട്ടില്ല പിന്നീട് ഒരിക്കലും. കാരണം മാതാവിൻ്റെ കരങ്ങളിലാണ് ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഏൽപ്പിച്ചത്. അപ്പം മാതാവ് എന്നെ നോക്കിക്കൊള്ളും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കെല്ലാം മാതാവ് എനിക്ക് എന്നോടിങ്ങനെ ഉള്ളിലിങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ 8 മാസം കഴിഞ്ഞ് ആ സമയത്താണ് ഞാനപ്പോൾ ഓർത്ത് വന്ന് വെറുതെ നിൽക്കേണ്ട, വെറുതെ എക്സ്പീരിയൻസ് എന്താണേലും വേണം. അപ്പം ഞാനങ്ങനെ നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ കയറി. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു തോന്നാനും എല്ലാം മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഇത് NMCയുടെ എല്ലാം ക്ലിയറായി കിട്ടി. ആ സമയത്താണ് ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഇടയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു മാർച്ചൊക്കെ ആയപ്പം ഇങ്ങനെ ഉള്ളിലൊരു തോന്നൽ, ഈ കൊടുത്തിരുന്ന ഏജൻസിയിൽ നിന്ന് മാറി വേറൊരു പുതിയ ഏജൻസിയിലോട്ട് എൻ്റെ ബയോഡാറ്റ ഞാൻ കൊടുത്തു. പിന്നീട് സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്നാണ് നടത്തി തരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് പാസ്സായി. പിന്നെ ഞാൻ CBTക്കുള്ള ഒരുക്കങ്ങളായി. അത് മെയ് 8 CBT എനിക്ക് ക്ലിയറായി കിട്ടി. പിന്നെ എനിക്ക് മെഡിക്കൽ, പിന്നെ പോലീസ് ക്ലിയറൻസ്, അതെല്ലാം ആ സമയത്ത് ആലപ്പുഴ വെച്ചായിരുന്നു എൻ്റെ പോലീസ് ക്ലിയറൻസ് ഒക്കെ. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു, മാതാവ് എൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി തരണമേ എന്ന്. അങ്ങനെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ക്ലിയറായി കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്ന് അവർ പറഞ്ഞു, ഇപ്പോൾ അവർ ലേറ്റ് ആവും, അതുകൊണ്ട് സെപ്റ്റംബറോടുകൂടി അവർ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ. വേറൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് കൊച്ചി വെച്ച്, അത് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനത് ഇൻ്റർവ്യൂവിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ജൂണിലായിരുന്നു ആ ഇൻ്റർവ്യൂ ഡയറക്റ്റായിട്ട്. അപ്പം അവിടുന്ന് വന്ന് അവർ ഡയറക്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ ഒരു പേടിയായിരുന്നു, ഇംഗ്ലീഷൊക്കെ അവർ പറയുന്നത് മനസ്സിലാവുമോ. അങ്ങനെ ഞാൻ എൻ്റെ കാശ് രൂപവും തൈലവും ഒക്കെ പുരട്ടിയാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. ഒരു കുഴപ്പവുമില്ലായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ നല്ല ഭംഗിയായിട്ട് എനിക്ക് പാസ്സാകാൻ പറ്റി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് കൂടുതൽ എക്സ്പീരിയൻസ് പീഡിയാട്രിക് ആണല്ലോ, അപ്പം നീ അഡൽട്ട് ചെയ്യേണ്ട, പീഡിയാട്രിക്കിൽ തന്നെ സ്റ്റാഫായിട്ട് ഞങ്ങൾ നിന്നെ എടുക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, അന്ന് ഞാൻ ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഈ 8 മാസത്തോളം ഞാൻ ചിലവഴിച്ചത്. നമ്മളൊരു കാര്യം മാതാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവ് എത്ര താമസിച്ചാണേലും നമുക്കത് നടത്തിത്തരും. അതുകൊണ്ട് ആരും അതോർത്ത് വിഷമിച്ചിരിക്കരുത്, നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുക. അങ്ങനെ ഞാൻ ജൂലൈ 26 UK സ്റ്റാഫ് നേഴ്സായിട്ട് ഞങ്ങൾ കുറേ ബാച്ചുകാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അത് ഞങ്ങൾക്ക് 3 മാസത്തോളം ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇതെല്ലാം താമസിച്ചുകൊണ്ട് എൻ്റെ IELTSൻ്റെ കാലാവധി നവംബറിൽ തീരും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആ എക്സാം പാസ്സാകണം. അപ്പോഴത്തേന് ഞാൻ ഒക്ടോബറിലാണ് ഞങ്ങൾക്ക് ആ എക്സാം എഴുതാനായിട്ടുള്ള ആ ഒരു ആദ്യത്തെ ഇത് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് 3 സ്റ്റേഷൻ എനിക്ക് പോയിരുന്നു. ആ സമയത്ത്
ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട്, കാരണം എനിക്ക് നവംബറിന് മുന്നേ എനിക്ക് എഴുതി തീർക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോഴത്തേന് മാതാവിനോട് ഞാൻ എന്നും 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി വസ്തുക്കളായ കാശിരൂപം ഉപയോഗിച്ച് അങ്ങനെ എനിക്ക് തൈലം പുരട്ടി ഞാൻ നവംബറിൽ 2ാമത്തെ അറ്റംപ്റ്റ് ഓസ്കിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സാധാരണ ആർക്കും ആദ്യത്തെ എക്സാമിനറെ കിട്ടാറില്ല. ഞാനപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ മാതാവേ എൻ്റെ കൂടെ നീ ഉണ്ടാകണമേ. നമുക്ക് ഈ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, പേടിയും ഇതെല്ലാമാണ്. എന്നെ ശക്തിപ്പെടുത്തണേ, എന്നെ ബലപ്പെടുത്തണേ എന്ന് പറയുമായിരുന്നു. ആ സെയിം എക്സാമിനർ തന്നെയാണ് എൻ്റെ 2ാമത്തെ എക്സാമിനും വന്നത്. സാധാരണ ആർക്കും അങ്ങനെ കിട്ടാത്തതാണ്. അവരെന്നെ എക്സാം ഹാളിലോട്ട് കയറ്റിക്കൊണ്ട് ചിരിച്ചുകൊണ്ടാണ് കയറ്റിക്കൊണ്ട് പോയത്. അപ്പം ഞാൻ ഓർത്തു, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ആ സമയത്തൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വചനമായിരുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അങ്ങനെ എൻ്റെ എക്സാം റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അങ്ങനെ എനിക്ക് NMC പിൻ നമ്പർ കിട്ടി. അങ്ങനെ സ്റ്റാഫ് നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ എനിക്ക് വർക്ക് ചെയ്യാൻ, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ഇതുകൊണ്ടോ, പരീക്ഷയെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു പേടിയാണ്. എന്നെ ശക്തിപ്പെടുത്തിയ, എന്നെ ബലപ്പെടുത്തിയ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ജൂൺ മാസത്തിൽ ഞാനിവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നടുവേദനയായിരുന്നു, ഡിസ്ക് പ്രൊലാപ്സായി. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം, എഴുന്നേറ്റ് നടക്കരുത്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇനിയും തടസ്സങ്ങളാണല്ലോ കർത്താവേ, പോകാനുള്ള ഏകദേശമൊക്കെ ആയി വരികയാണ്. ആ സമയത്താണ് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കൂടി വയ്യ. ജോലിക്ക് ഞാനപ്പോൾ സിക്ക് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പം പെയിൻ കില്ലർ കഴിക്കും, കുറച്ച് ആശ്വാസം കിട്ടും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് ചൂട് പിടിക്കുമായിരുന്നു, തൈലം പുരട്ടി ഞാൻ ദൈവത്തോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ എൻ്റെ ഈ നടുവേദന മാറ്റിത്തരണം. ഏകദേശം 1 മാസത്തോളം എനിക്ക് നടുവേദനയായിട്ട് ഞാൻ കിടക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് ഇതുവരെ എൻ്റെ നടുവേദന എനിക്ക് വന്നിട്ടില്ല. ഇപ്പം 3 വർഷത്തോളമായി എനിക്കിതുവരെ നടുവേദന വന്നിട്ടില്ല. ഈ ഒരു രോഗസൗഖ്യം തന്ന് എന്നെ സഹായിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിതപ്രവർത്തകരായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പാവങ്ങളെ സഹായിക്കുമായിരുന്നു. ഞങ്ങൾ അടുത്തുള്ള അവിടെ ഭക്ഷണത്തിനുള്ള ഞാൻ അവിടെ ആയിരുന്നപ്പം ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ യൂട്യൂബിൽ നമ്മുടെ ചൊവ്വാഴ്ചത്തെ നമ്മുടെ ധ്യാനം കൂടുമായിരുന്നു, അത് ഞാനിങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. പാവപ്പെട്ടവർക്ക് പണം നൽകി സഹായിക്കുമായിരുന്നു. ഇത്രയും സഹായം എനിക്ക് ചെയ്തു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അവിടെ എനിക്ക് ഞായറാഴ്ചകളിൽ ഞാൻ ഓഫുള്ള സമയത്തെല്ലാം കുർബാന കൂടാൻ പോകും. ചില ദിവസങ്ങളിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ കുമ്പസാരമാണേലും പറ്റുന്ന സമയത്തെല്ലാം ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. ചൊവ്വാഴ്ച ധ്യാനം മുടക്കാറില്ല. ഇനി ഇൻ കേസ് ഡ്യൂട്ടി ആണെങ്കിൽ തന്നെയും ഞാൻ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ അത് കൂടി തീർക്കുമായിരുന്നു. പിന്നെ കൊന്തയാണേലും പരമാവധി ഞാൻ ഒറ്റയ്ക്കാണേലും ഇരുന്ന്, ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണേലും ഇരുന്ന് ഞാൻ കൊന്ത ഒരിക്കലും മുടക്കാറില്ല. ഇത്രയും സഹായം തന്ന, ഇത്രയും നന്മകൾ തന്ന എന്നെ സഹായിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനമാണ്. നമ്മളൊരിക്കലും നേരത്തെ കണ്ടു പരിചയമില്ലാത്ത പോകാത്ത വഴിയിലൂടെ, സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡിലായാലും രോഗാവസ്ഥയിലായാലും ജോലിയുടെ കാര്യമായാലും എല്ലായിടത്തും പോകുമ്പോഴൊക്കെ പുതിയ പുതിയ സാഹചര്യങ്ങളിലാണ്. എല്ലാ രീതിയിലും ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്സാണ്, എല്ലാം അപ്ഡേറ്റാണ്. പക്ഷെങ്കിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യമായാലും പോകേണ്ട വഴി കാണിച്ചു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. മനുഷ്യരാശി ഇതിനു മുൻപ് പോകാത്ത, ഒരിക്കലും കാണാത്ത വഴികളിലൂടെയാണ് പോകുന്നതെങ്കിലും ഉടമ്പടി മക്കളെ യാത്ര ചെയ്യുമ്പോൾ ആ ജീവിതയാത്രയിൽ ഈശോയും അമ്മയുമുണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുവാനായിട്ട്. നീ അറിയാത്ത വഴികളിലൂടെ, ഒരു പുതിയ വഴികളിലൂടെ ഞാൻ നിന്നെ നടത്തുമെന്നും പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം തന്നെ ഒരു പുതിയ വഴിയിലൂടെയാണ് പോകുന്നത് എന്നാണ്.
ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതികളിലൂടെയാണ് നമ്മളെ ഈശോയും അമ്മയും കൂടി നയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ജൂഡി സിറിയക്ക് എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. സ്വന്തം ചേച്ചിയാണ് കൃപാസനത്തെപ്പറ്റി പറയുകയും പിന്നീട് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. NMC രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുന്ന ഈ സഹോദരിക്ക് പിന്നീട് യൂറോപ്യൻ കൺട്രീസിൽ ജോലി ചെയ്യാനായിട്ടുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പക്ഷെങ്കിൽ ആ കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ഏജൻസി മേഡ് എ ലിറ്റിൽ മിസ്റ്റേക്ക്. അത് കറക്ഷൻ വേണമെങ്കിൽ 8 മാസത്തോളം ഡ്യൂറേഷൻ വേണമായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ സമയത്തും അമ്മ തന്നെ ഒരു ടെമ്പററി ജോബ് കൊടുത്ത് അവിടെയും ഈ മകളുടെ കൂടെ നിൽക്കുകയായിരുന്നു. പിന്നീട് ഓരോ കാര്യങ്ങൾ ഉടമ്പടി എടുത്തതിന് പിന്നെ ഓരോ കാര്യം പടിപടിയായിട്ട് ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിന്ന് നടത്തി കൊടുക്കുകയാണ്. പിന്നീട് CBT എക്സാം പാസ്സാവുകയും പുതിയ ഒരു ഏജൻസിക്ക് കൊടുക്കുകയും അവിടെ വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും പിന്നീട് OSCE എക്സാം പാസ്സാവുകയും അവിടെയും 2 പ്രാവശ്യം എഴുതേണ്ടി വന്നു. അതും ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തും സെക്കൻഡ് അറ്റംപ്റ്റിലും ഒരേ പേഴ്സണിലെ കിട്ടുകയും അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്നാണ് ഈ മോളെ സാക്ഷ്യപ്പെടുത്തുന്നത്. IELTS ഡ്യൂറേഷൻ ഓവറാകുന്നതിന് മുമ്പ് തന്നെ എല്ലാം ക്ലിയറാക്കാൻ സാധിക്കുകയും പുറത്തേക്ക് പോകാൻ ജോലിക്കായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഈശോയും അമ്മയും തുറന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം ക്ലിയറാക്കി കൊടുത്തതിന് ശേഷം താമസിച്ചാലും വൈകിയാലും എല്ലാം നല്ലതിനെന്ന് വിശ്വസിച്ച ഒരു സഹോദരിയാണ്. ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ച് ഈശോയും അമ്മയും കൂടിയുള്ളപ്പോഴൊന്നും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട കാര്യമില്ല, എല്ലാം നല്ലതിനായി തന്നെ നടത്തി തരുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാം ക്ലിയറായി. പിൻ നമ്പർ കിട്ടുകയും UK നഴ്സായിട്ട് ജോലിക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇതെല്ലാം എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയിലാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എല്ലാം നടന്നതുമാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. തന്നെയുമല്ല രോഗസൗഖ്യവും നടുവേദന, ഡിസ്ക് ബൾജ് ഔട്ടായിരുന്നു. അവരുടെയും ഈശോയുടെയും അമ്മയുടെയും വലിയ അനുഗ്രഹവും കൃപയുമാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം തേച്ച് വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയും പിന്നീട് മകൾ പറഞ്ഞത് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും എല്ലാം എവിടെ എന്ത് കാര്യത്തിന് പോയാലും കാശ്രീപം മുറുകൻ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പുമൊക്കെ ആയിട്ടാണ് ഓരോ പേപ്പർ വർക്ക് ചെയ്യുമ്പോഴും ഓരോ ക്ലിയറൻസിനായിട്ട് പോകുമ്പോഴും എല്ലാം എവിടെ പോയാലും ഈശോയുടെ അമ്മയുടെ ആ സാന്നിധ്യത്തോടു കൂടിയാണ് പേപ്പർ വർക്കെല്ലാം ഫോർവേഡ് ചെയ്യാൻ സാധിച്ചു എന്നാണ്. ഇവിടെയാണ് നാം കാണാൻ സാധിക്കുന്നത്. പോകേണ്ട വഴികളിലെല്ലാം ഈശോയും അമ്മയും കാത്തു പരിപാലിക്കുകയും ഗൈഡ് ചെയ്യുകയാണ്. നീ അറിയാത്ത വഴികളോട് യാത്ര ചെയ്യുമ്പോൾ അവിടെയെല്ലാം ഈശോയും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. ഉടമ്പടിയിലെ ദൈവത്തിൽ മുൻപിലാക്കി നടക്കാനുള്ള ഒരു പുത്തൻ ആത്മീയ തീരുമാനമാണ്, ഒരു ആത്മീയ ബന്ധമാണ്. ഈ ആത്മീയ ബന്ധത്തിൽ ഈശോയുടെ അമ്മയും കൂടെയുള്ളപ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മുന്നേ പോകുന്ന ദൈവത്തെ പിന്തുടരുകയാണ് ഉടമ്പടി ജീവിതം. പരിശുദ്ധ അമ്മയാണ് നമ്മെ ഈ ജീവിതത്തിൽ ഈ ആത്മീയ വഴിയിലൂടെ നയിക്കുന്നത്. നാം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും, ഒരുപക്ഷെ ജോലിയില്ലായ്മയാവാം, രോഗാവസ്ഥയാവാം, നമ്മുടെ ഭയങ്ങളാവാം, ഇൻ്റർവ്യൂകളാവാം, എന്തു തന്നെയായാലും ഉടമ്പടിയിൽ ദൈവം നമ്മുടെ മുൻപേ പോകുന്നതെന്ന് വിശ്വസിച്ച് പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ദൈവം കാണിക്കുന്ന വഴിയിലൂടെ മുൻപോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജൂഡി സിറിയക്കിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.